ജെഎസ് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ കൃഷി ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല പരിചരണം കൊടുക്കേണ്ട ഒരു കൃഷിയാണ് തക്കാളിയുടേത്. തക്കാളി കൃഷി കൂടുതലായും പരാജയപ്പെടുന്നത് അതിന്റെ ബ്ലാക്ക് സ്പോട്ട് രോഗം, അതുപോലെ തന്നെ തക്കാളിയുടെ വാട്ട രോഗം എന്നതൊക്കെ കൊണ്ടാണ്. അപ്പോൾ അതൊന്നുമില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ എങ്ങനെ തക്കാളി വളർത്തിയെടുക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ജെഎസ് നേച്ചർ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് നമ്മൾ സീഡ് മുളപ്പിച്ചെടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത്, അത് ഗ്രോ ബാഗിലേക്ക് മാറ്റുന്ന സമയത്ത് ഗ്രോ ബാഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് തക്കാളിത്തെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ്, വാട്സപ്പ് വഴി വരുത്തിയതാണ്. അത്യാവശ്യം ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ കിട്ടും. നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഈ വിത്ത് നമുക്ക് മേടിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇവിടെ 2 ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മണ്ണും അതുപോലെ തന്നെ മണലും പാടെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചകിരി കമ്പോസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാനാണ് പോകുന്നത്. നമ്മുടെ വിത്തൊക്കെ മുളപ്പിക്കുന്നത് അതിപ്പോൾ പച്ചക്കറിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ ചെടിയുടെ ആണെങ്കിലും ഈ ചകിരി കമ്പോസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുളച്ചു കിട്ടും. എല്ലാതും പെട്ടെന്ന് തന്നെ മുളച്ചു കിട്ടും. ഇത്രയും മതി. അതിൻ്റെ മുകൾ വശത്ത് മാത്രം നമുക്ക് ഈ ഒരു ചകിരി കമ്പോസ്റ്റ് മതി. ഇനി ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കട്ട കാണുന്നതൊക്കെ ഒരു പൊടിയുന്ന രൂപത്തിൽ നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് വിത്ത് പായി കൊടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളിയുടെ വിത്ത് ഇതിലേക്ക് പായി കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ചെറിയൊരു കമ്പ് ഉപയോഗിച്ചിട്ട് പതുക്കെ ഈ ഒരു വിത്ത് ചെറുതായി ഒന്ന് താഴ്ന്ന രൂപത്തിൽ ഒന്ന് ഈ ഒരു പോട്ടിങ്സ് ഒന്നൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ ചെറിയ ഈർക്കില് പോലത്തെ കമ്പെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. വലിയ കമ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം സീഡ് നല്ല രീതിയിൽ തന്നെ ആഴത്തിൽ പോകും. അപ്പോൾ മുളച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു വിത്ത് ചെറിയ രൂപത്തിൽ മാത്രം താഴത്തക്ക വിധം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത്രയും മതി. നമുക്കൊന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് ലേശം അത്യാവശ്യം ഒരു രാവിലത്തെ വൈകുന്നേരത്തൊക്കെ വെയിൽ കൊള്ളുന്ന രീതിയിൽ നമുക്ക് മാറ്റി വെക്കാം. ഒരാഴ്ച ആയപ്പോഴുള്ള നമ്മുടെ സീഡ്സ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ഗ്രോത്തിൽ മുളച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് മാത്രം വെയിൽ കിട്ടുന്നതുകൊണ്ടാണ് ഈ ഒരു തൈകളെല്ലാം ഒരു ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത്. സീഡ്സ് മുളച്ചത് മുതൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നേരെയുള്ള വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പ്ലാന്റ് ഒരു 3 ആഴ്ചത്തോളം പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഗ്രോ ബാഗൊക്കെ സെറ്റ് ചെയ്ത് അത് മാറ്റി നടാനായിട്ട് പോവുകയാണ്. അപ്പോൾ മാറ്റി നടുന്ന സമയത്ത് നമ്മൾ പോട്ട് മിക്സ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഗ്രോ ബാഗിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 ലെയറുകളായിട്ടാണ്. ആദ്യം ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അടിവളമായിട്ട് കോഴിവളമാണ് ഇട്ട് കൊടുക്കുന്നത്. കോഴിവളം കമ്പോസ്റ്റ് ചെയ്ത രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ചൂട് കളഞ്ഞ് കമ്പോസ്റ്റ് ചെയ്ത രീതിയിലാണ് കേട്ടോ നമ്മൾ ഗ്രോ ബാഗിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ കമ്പോസ്റ്റ് ചെയ്യാത്ത നേരിട്ടാണ് ഡയറക്റ്റാണ് നിങ്ങൾ കോഴിവളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് എങ്കിൽ 2 ആഴ്ച മുമ്പെങ്കിലും നമ്മൾ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് നനച്ചു വെക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാട്ട രോഗം അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ട് രോഗമൊക്കെ തക്കാളിയിൽ കൂടുതലായിട്ടും കാണുന്നുണ്ട്. അതൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് അടിവളമായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു തൈ വെക്കുന്ന സമയത്ത് മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ലെയർ കൂടി മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 ലെയർ ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ലെയർ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മളൊരു ലെയർ കോഴിവളം അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും പിന്നെ കുറച്ചുകൂടി മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ എല്ലാ ഗ്രോ ബാഗും ഇതുപോലെ ഒരു 3/4 ഭാഗത്തോളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും നമ്മൾ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ മുകളിലത്തെ ലെയർ, അതായത് നമ്മൾ ഈ ഒരു പ്ലാന്റ് നടുന്ന ആ ഒരു സ്ഥലത്തുള്ള ലെയറാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സൂപ്പർ മീൽസ് വളം, അതുപോലെ തന്നെ നമ്മുടെ കരിയില കമ്പോസ്റ്റ്, പിന്നെ പെർലൈറ്റ്, പിന്നെ കുറച്ചുകൂടി മണ്ണ്. ഈ ഒരു 4 ഐറ്റമാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകൾ വശത്തായിട്ട് നിറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു 4 ഐറ്റം നമ്മുടെ കമ്പോസ്റ്റ് ഇട്ടു, അതിനുശേഷം നമ്മൾ
സൂപ്പർ മീൽസ് ഇട്ടു, പിന്നെ നമുക്ക് പെർലൈറ്റ് കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മണ്ണ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പോട്ട് മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ 1-2 പ്രാവശ്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പോട്ടിങ്ങിൻ്റെ മിശ്രിതം നമ്മൾ ഇനി ഗ്രോ ബാഗിൻ്റെ മുകൾ വശത്തായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമായ എല്ലാ ഗ്രോ ബാഗിൻ്റെ മുകൾ വശത്തും നമ്മൾ ഈ ഒരു പോട്ട് മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു തൈ വെക്കുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒരു രീതിയിൽ പോട്ട് മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് തൈ പറിച്ചെടുക്കാനുള്ള സമയമാണ്. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ടുള്ള തൈകൾ നോക്കിയിട്ട് നമുക്ക് ആ ഗ്രോ ബാഗിനകത്തേക്ക് വെച്ച് കൊടുക്കാം. വിത്ത് മുളച്ചത് മുതൽ നമുക്ക് ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു പോട്ട് വെക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഒരു നീണ്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു തക്കാളി തൈകളൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. അത് കുഴപ്പമില്ല. ഇനിയുള്ള ഈ ഒരു പ്ലാന്റ് വെക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ ആ ഒരു സമയത്ത് മുളച്ച് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഗ്രോ ബാഗിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 പ്ലാന്റ്സ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഓരോ ഗ്രോ ബാഗിനകത്തേക്കായി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വീട്ടിലൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ പോട്ട് മിക്സ് ഒക്കെ തയ്യാറാക്കുക. അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഈ ഒരു വസ്തുവൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് സ്പോട്ട് രോഗം അതുപോലെ തന്നെ അതിൻ്റെ വാട്ടർ രോഗമൊക്കെ ഒരുവിധം പരമാവധി തടയാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.